വെൽക്കം ടു മലബാർ കിച്ചൺ. അപ്പോൾ ഇന്ന് കുറേ പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, നോമ്പ് തുടങ്ങുന്ന ആ ഒരു സമയത്ത് ഒത്തിരി പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നതായിരുന്നു KFC സ്റ്റൈൽ ചിക്കൻ. അപ്പോൾ ഇത് ശരിക്കും KFCയുടെ റെസിപ്പി ഒന്നും അല്ല കേട്ടോ. KFC എന്ന് പറയുന്നത് വലിയൊരു ബ്രാൻഡല്ലേ, അപ്പോൾ അതിന് അതിൻ്റെതായ കുറേ ഫ്ലേവേഴ്സും അതുപോലെ തന്നെ അവരുടേതായ കുറേ സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊന്നും നമുക്ക് അറിയില്ലല്ലോ. അപ്പോൾ ഈ ഒരു റെസിപ്പി എന്ന് പറയുന്നത് ഏകദേശം നമ്മുടെ ആ KFC സ്റ്റൈലിൽ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നതാണ്. നമ്മൾ ബ്രോസ്റ്റഡ് ഒക്കെ പുറത്തുനിന്ന് വാങ്ങി കഴിക്കുമ്പോഴുള്ള ആ ഒരു ടെക്സ്ചർ നിങ്ങൾക്ക് അറിയാമല്ലോ, കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് കണ്ടില്ലേ, ഈ ഒരു നല്ല ക്രിസ്പി ആയിട്ടാണ് നമുക്ക് കിട്ടുക. പുറമേ നല്ല ക്രിസ്പി ആയിട്ട് ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള, ശരിക്കും നമ്മൾ ആ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ബ്രോസ്റ്റഡ് ആയിട്ടുള്ള ചിക്കൻ്റെ ശരിക്കും അതേ ടെക്സ്ചറിൽ തന്നെ കിട്ടും. അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്നതാണെങ്കിൽ ഒത്തിരി പൈസ കൊടുത്തിട്ടാണ് KFC എന്നൊക്കെ ചിക്കൻ നമ്മൾ വാങ്ങിച്ച് കഴിക്കുന്നത്. അപ്പോൾ ഇത് ശരിക്കും എന്താ പറയുക, നമ്മുടെ വില്ലേജ് സ്റ്റൈലായിട്ടുള്ള ഒരു ഫ്രൈഡ് ചിക്കൻ ആണെന്ന് പറയാം. അതുകൊണ്ടാണ് ഞാൻ ടൈറ്റിൽ അങ്ങനെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ആരെങ്കിലും ഈ ചാനൽ പുതിയതായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തായി കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻസ് എളുപ്പത്തിൽ കിട്ടുകയുള്ളൂ. അപ്പോൾ ഫ്രൈഡ് ചിക്കൻ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/2 കപ്പിനെടുത്ത പാല്, ഫ്രഷ് മിൽക്കാണ്, ഒരു ബൗളിനകത്തോട്ടേക്ക് എടുത്തു വെച്ചിട്ടുള്ളതാണ്. ആദ്യം നമ്മൾ ബട്ടർ മിൽക്ക് ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബട്ടർ മിൽക്കായിട്ടുണ്ടെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യുക, അതല്ലെങ്കിൽ ഇതുപോലെ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കിയെടുത്താൽ മതി. അപ്പോൾ ഞാനൊരു 1/2 kg ചിക്കൻ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതിൻ്റെ കണക്കാണ് കേട്ടോ പറഞ്ഞു തരുന്നത്. അപ്പോൾ 1/2 കപ്പ് പാലിനകത്തോട്ടേക്ക് നമുക്ക് ഒരു ചെറുനാരങ്ങയുടെ പകുതി ഭാഗം മാത്രം എടുത്തിട്ട് അതിൻ്റെ നീരെടുത്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ജ്യൂസൊന്നും നമുക്ക് ഇതിനകത്തോട്ടേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു 5 മിനിറ്റ് ഒക്കെ മതി. 5 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഇതിപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ബട്ടർ മിൽക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ മാരിനേഷൻ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊന്ന് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിനകത്തോട്ടേക്ക് ആദ്യമേ തന്നെ നമുക്കൊരു മുട്ടയൊന്ന് പൊട്ടിച്ചൊഴിക്കാം. ഇനി ഇതിനകത്തോട്ടേക്ക് 1 ടീസ്പൂണിനടുത്ത് പിരിയൻ മുളക് പൊടിച്ചു വെച്ചിട്ടുള്ളതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ പാപ്രിക്ക പൗഡർ വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. ഇനി ഒരു 1/4 ടീസ്പൂണിനടുത്ത് ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണിനടുത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി പേസ്റ്റ് പോലെ അരച്ചു വെച്ചിട്ടുള്ളതാണ്, അതുകൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്യാം. ഇനി ഞാൻ ഇതിനകത്തോട്ടേക്ക് ഒരു ഇത്തിരി ഒറിഗാനോ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നിർബന്ധമൊന്നുമില്ല കേട്ടോ, കയ്യിലുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി. ഇത് സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഞാൻ പിസയുടെ റെസിപ്പി കാണിച്ചപ്പോൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഇത്തിരി മാത്രം ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഓപ്ഷണലാണിത്. അപ്പോൾ വളരെ കുറച്ച് ഞാനൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊക്കെ കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ മുട്ടയും നമ്മുടെ ഈ ബട്ടർ മിൽക്ക് ഈ ചേർത്തിരിക്കുന്ന പൊടികളൊക്കെ ആയിട്ട് നന്നായിട്ട് തന്നെ യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ മാരിനേഷൻ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിനകത്തോട്ടേക്ക് ചേർത്ത് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ സാധാരണ ബ്രോസ്റ്റഡിനൊക്കെ ചിക്കൻ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന സമയത്ത് അതിൻ്റെ സ്കിന്നോട് കൂടിയിട്ടാണ് അവർ ഫ്രൈ ചെയ്യുന്നത്. പക്ഷേ ഞാനിപ്പോൾ വീട്ടിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് ആ സ്കിൻ റിമൂവ് ചെയ്തിട്ടുള്ളതാണ്, അതുപോലെ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് സ്കിന്നോട് കൂടിയാണ് വേണ്ടതെങ്കിൽ അങ്ങനെ ചെയ്യുക കേട്ടോ, അതല്ലെങ്കിൽ ഇതുപോലെ ചെയ്തെടുത്താൽ മതി. മാക്സിമം ഇതിൻ്റെ ലെഗ് പീസൊക്കെ ബ്രോസ്റ്റഡ് ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കാൻ നോക്കുക. പിന്നെ എല്ലോട് കൂടിയുള്ള ചിക്കൻ പീസസ് തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കുക. ഉപ്പും അതുപോലെ തന്നെ വിനാഗിരിയൊക്കെ ഉപയോഗിച്ച് കഴുകുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ പീസസ് ഈ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മിക്സിനകത്തോട്ടേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചിക്കൻ മുഴുവനായിട്ട് ഇതുപോലെ ചേർത്ത് കൊടുത്തതിന് ശേഷം മൂടി വെച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിനകത്തോട്ടേക്ക് വെക്കാം. അറ്റ്ലീസ്റ്റ് 3-4 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിനകത്ത് വെക്കാം. എന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റ് നല്ല ടേസ്റ്റിയുള്ള ബ്രോസ്റ്റഡ് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ രാത്രി ഉണ്ടാക്കിയിട്ട് രാവിലെയാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നതെങ്കിൽ കുറച്ചുകൂടി നല്ല ടേസ്റ്റി ആയിരിക്കും. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താം. നമ്മൾ സമയം കൂടുതൽ വെക്കുന്നതിനനുസരിച്ച് അത്രയധികം ടേസ്റ്റി ആയിട്ട് കിട്ടും. ഇത് നമുക്കൊന്ന് ഫ്രിഡ്ജിനകത്തോട്ടേക്ക് വെക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഒന്ന് റെഡിയായിട്ട് വരുന്ന ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിനകത്ത് കോട്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മിക്സ് ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇതിനായിട്ട് ഞാനിപ്പോൾ ഒരു 1/2 കപ്പിനെടുത്ത് മൈദ ഒരു പാത്രത്തിനകത്തോട്ടേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ടേക്ക് നമുക്കൊരു 3.5 ടേബിൾ സ്പൂണിനടുത്ത് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂണിനടുത്ത് വലിയ ജീരകം, നമ്മുടെ പെരുംജീരകം ചേർത്ത് കൊടുക്കാം. അപ്പോൾ വലിയ ജീരകത്തിൻ്റെ പൊടിയായിട്ടുണ്ടെങ്കിൽ അത് ഉപയോഗിച്ചാൽ മതി. ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടാണ് വലിയ ജീരകമായിട്ട് തന്നെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിനകത്തോട്ടേക്ക് 1 ടേബിൾ സ്പൂണിനടുത്ത് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടേബിൾ സ്പൂണിനടുത്ത് പിരിയമുളക് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. 2 പിഞ്ച് ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ ചിക്കനിൽ കൂടി ആഡ് ചെയ്തതുകൊണ്ട് ഇവിടെ ഒത്തിരി ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, 2 നുള്ളു മതി. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണിനടുത്ത് പഞ്ചസാര കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. ഒത്തിരി ചേർത്ത് കൊടുക്കരുത്, 1 ടീസ്പൂൺ ധാരാളമാണ് ഈ ഒരു അളവിന്.
അപ്പോൾ പൊടികളൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് മിക്സിയുടെ ജാറിനകത്തോട്ടേക്ക് ആഡ് ചെയ്യുക. എന്നിട്ട് ഒരു തവണ ഒന്ന് അടിച്ചെടുക്കുക. അപ്പോഴത്തേക്കും ഈ പൊടികളൊക്കെ ആയിട്ട് നമ്മുടെ ഈ അരിപ്പൊടി ഇതൊക്കെ ആയിട്ട് നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടും. നമ്മൾ സാധാരണ സ്പൂൺ വെച്ച് മിക്സ് ചെയ്തെടുക്കുന്നതിനേക്കാളും നല്ലതായിരിക്കും മിക്സിയുടെ ജാറിനകത്തിട്ട് ഒരു തവണയൊന്ന് അടിച്ചെടുക്കുവാണെങ്കിൽ. അപ്പോൾ ഞാൻ ഇതൊരു തവണയൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ല, പൊടിയൊക്കെ ശരിക്കും നന്നായി യോജിച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇനി ഇതിനകത്തോട്ടേക്ക് വളരെ കുറച്ച് ഒരു 1/2 ടീസ്പൂണിനടുത്ത് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. അപ്പോൾ ബേക്കിംഗ് പൗഡർ ചേർക്കണം എന്ന് ഒരു നിർബന്ധമില്ല കേട്ടോ. കാരണം നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ടെക്സ്ചറൊക്കെ കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിവിടെ കോട്ടിങ്ങിനുള്ള മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു 4 മണിക്കൂറിന് ശേഷം നമുക്ക് നമ്മുടെ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു 4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ 4 മണിക്കൂറിന് ശേഷം ഞാനിത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ട് ഒരു 15 മിനിറ്റിനടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതായത് നമ്മൾ ഫ്രിഡ്ജിനകത്ത് നിന്ന് എടുത്ത് ഡയറക്റ്റ് തന്നെ കോട്ട് ചെയ്തെടുക്കരുത്. ഒരു 15 മിനിറ്റ് തുടങ്ങി അരമണിക്കൂർ പുറത്ത് വെക്കുക. അതിനുശേഷം വേണം നമ്മൾ കോട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ചിക്കൻ പീസസ് നമ്മൾ ഈ മിക്സിൽ നിന്ന് എടുത്തിട്ട് ഒരു പാത്രത്തിനകത്തോട്ടേക്ക് മാറ്റാം. അതിനുശേഷം നമ്മൾ ഓരോ ചിക്കൻ പീസായിട്ട് എടുത്തിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കോട്ടിങ്ങിലോട്ട് വെച്ച് കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കുക. ഇതുപോലെ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മിക്സിനകത്തോട്ടേക്ക് ഇത് വെച്ച് കൊടുക്കുക. അതായത് നമ്മൾ ഡബിൾ കോട്ടിങ് ചെയ്തെടുക്കണം, എന്നാലും മാത്രമേ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുള്ളൂ. ഒന്നുകൂടി ഇതുപോലെ ഡിപ്പ് ചെയ്തിട്ട് വീണ്ടും നമ്മൾ ഈ കോട്ടിങ് ചെയ്തിട്ടുള്ള മിക്സിനകത്തോട്ടൊക്കെ ചേർത്ത് കൊടുത്ത് വീണ്ടും ഇതുപോലെ നന്നായിട്ട് തന്നെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ പീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് മുഴുവൻ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഞാനിത് മുഴുവൻ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിത് ശരിക്കും ഇങ്ങനെ കോട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് നന്നായിട്ട് ശ്രദ്ധിക്കുക. ഈ ചിക്കൻ്റെ എല്ലാ സൈഡിലും നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ മിക്സ് ശരിക്കും ഇതുപോലെ തന്നെ കോട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത്. എന്നാലും മാത്രമേ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് റെഡിയാക്കി എടുക്കാൻ കഴിയുള്ളൂ. ഇനി ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നതിനായിട്ട് അത്യാവശ്യം നല്ല കുഴിയുള്ള ഒരു പാത്രം തന്നെ എടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ കുക്കറൊക്കെ ഉണ്ടെങ്കിൽ ആ കുക്കർ ഉപയോഗിക്കാം. അപ്പോൾ കുറച്ചുകൂടി നല്ലതായിരിക്കും. ഞാനിപ്പോൾ ചീനച്ചട്ടിയിൽ എണ്ണ ഒഴിച്ചിട്ടാണ് ചെയ്യുന്നത്. വെജിറ്റബിൾ ഓയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ എണ്ണ ഒഴിച്ചു കൊടുക്കുമ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുക. കാരണം നമ്മുടെ ചിക്കൻ ഇതിൽ ശരിക്കും മുങ്ങിക്കിടക്കണം. എന്നാൽ മാത്രമേ ശരിയായ രീതിയിൽ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ കഴിയുള്ളൂ. ഇനി ഇത് നന്നായിട്ടൊന്ന് എണ്ണ ശരിക്കും ഒന്ന് തിളച്ച് വരട്ടെ. എണ്ണ ഇപ്പം നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ എണ്ണ ചൂടായതിന് ശേഷം പിന്നെ ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ ഇട്ട് വെക്കരുത്. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ മാത്രം വെക്കാം. എന്നിട്ട് ഓരോ പീസായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു സമയത്ത് 1-2 പീസ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ട് കുക്ക് ചെയ്തെടുക്കാൻ കഴിയുക. പിന്നെ അതുപോലെ വലിയ കടായിയൊക്കെ ആണെങ്കിൽ 2-3 പീസൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ലോ ടു മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇടുക. അതല്ലെങ്കിൽ ഈ ചിക്കൻ്റെ പുറം ഭാഗം മാത്രം പെട്ടെന്ന് അങ്ങ് ഡാർക്ക് അടിച്ചു വരും. നമുക്ക് ചിക്കൻ്റെ ഉൾഭാഗമാണെങ്കിൽ ശരിക്കും കുക്കായി കിട്ടില്ല. അപ്പോൾ അത്യാവശ്യം സമയം എടുത്തിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കാൻ നോക്കാം. ചെറുതായിട്ടൊന്ന് കളർ മാറി നമ്മൾ ആ KFC എന്നൊക്കെ വാങ്ങിക്കുന്ന ആ ഒരു ഗോൾഡൻ കളറാകുമ്പോഴാണ് നമ്മളിത് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റുന്നത്. അപ്പോൾ ഒരു സൈഡ് ചെറുതായിട്ടൊന്ന് കുക്കായി വരുമ്പോൾ കളർ മാറി വരുന്ന സമയത്ത് ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കുക. കണ്ടില്ലേ, ഇത് നമ്മളൊന്ന് ജസ്റ്റ് ഫ്രൈ ആകുമ്പോഴത്തേക്കന്നെ നല്ല ക്രിസ്പി ആയിട്ടാണ് ഇതിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഇടയ്ക്കൊന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതി. എന്നിട്ട് സമയം എടുത്തിട്ട് തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ബാച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം. കണ്ടില്ലേ, ശരിക്കും നല്ല ക്രിസ്പി ആയിട്ടാണ് ഇതിരിക്കുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളത് കൂടി ഒന്ന് റെഡിയാക്കി എടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൈഡ് ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു പീസ് ഞാൻ അടുത്തൊന്ന് കാണിച്ചു തരാം. കണ്ടില്ലേ, ഇതുപോലെ നമുക്ക് നമ്മൾ ആ ബേക്കിംഗ് പൗഡർ കൂടി ചേർക്കുന്നത് കൊണ്ടാണ് കുറച്ചുകൂടി നല്ല ഞാൻ നേരത്തെ പറഞ്ഞില്ല ഒരു നല്ല ടെക്സ്ചറിൽ കിട്ടുന്നത്. അപ്പോൾ അത് ചേർത്തിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഒഴിവാക്കാം. അല്ലാതെ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. പിന്നെ നിങ്ങൾക്ക് സ്പൈസി ഒക്കെ ആയിട്ട് കുറച്ച് കൂടുതൽ പെപ്പർ പൗഡറൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. ആ സ്പൈസി ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും അറിയിക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ ഇനി നല്ലൊരു വെറൈറ്റി ഡിഷായി കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ ബൈ.